In Malayalam, we have had a superstar called Jayan, who lost his life doing a live action. So a lot of മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ആക്ഷൻ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേയുള്ളൂ, എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ ശ്രീ ജയൻ. എന്നാൽ ജയൻ ആരായിരുന്നുവെന്നോ അദ്ദേഹത്തിന്റെ സ്റ്റാർഡം എന്തായിരുന്നുവെന്നോ എന്നൊന്നും ഇപ്പോഴത്തെ തലമുറയിലെ പലർക്കും ശരിക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. നടൻ ഉണ്ണി മുകുന്ദൻ ഒരു ഹിന്ദി ചാനലിന് നൽകിയ ഇന്റർവ്യൂവിൽ തന്റെ മാർക്കോ എന്ന ചിത്രം ശ്രീ ജയനു വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ജയനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം ഒരു ചാനലിന് നൽകിയ ഇന്റർവ്യൂവിൽ ഉണ്ണി മുകുന്ദൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദന്റെ വാക്കുകൾ ഇങ്ങനെ: എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയിട്ടുള്ള താരമാണ് ജയൻ. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം തന്നെ എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയാണ് തോന്നിയിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതാ ഇവിടെ വരെ എന്ന ഒരു ചിത്രത്തിൽ വെറും ഒരു തോണിക്കാരനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു വേഷമായിരുന്നു അത്. മധുസാറും സോമൻ സാറുമാണ് ആ സിനിമയിലെ നായകന്മാർ. ഒരു തോണിക്കാരന്റെ വേഷത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ അവസാന സിനിമയായ കോളിളക്കത്തിൽ മധുസാറും സോമൻ സാറും ഒക്കെ ഉണ്ടെങ്കിലും അതിലെ നായകനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. വളരെ ചെറിയ വേഷങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ ആ വളർച്ച എനിക്കെന്നും ഭയങ്കര മോട്ടിവേഷണലാണ്. കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം അതേ ഇതാ ഇവിടെ വരെ എന്ന സിനിമയുടെ റീമേക്കായി ഇറങ്ങിയ ഇത് പാതിരാമണൽ എന്ന സിനിമയിൽ നായകനായി അഭിനയിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ജയൻ സാറിന് അദ്ദേഹം അർഹിക്കുന്ന ഒരു അംഗീകാരമോ ബഹുമാനമോ ഒക്കെ കേരളത്തിൽ പോലും കിട്ടിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു സിനിമയിലെ ആക്ഷൻ രംഗത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത ആളാണ് അദ്ദേഹം. സംവിധായകൻ ഓക്കെ പറഞ്ഞ സീൻ കുറച്ചുകൂടെ നന്നാക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ നിർബന്ധിച്ച് റീടേക്ക് എടുപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അപകടം പറ്റുന്നതും അദ്ദേഹം മരിക്കുന്നതും. ലോക സിനിമയിൽ പോലും ഇത്ര ആത്മാർത്ഥതയോടെ സിനിമയെ സമീപിച്ച ഒരു താരം വേറെ കാണില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തെ സ്കിറ്റുകളിലും മറ്റും കോമഡിയാക്കി കാണിക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്കൊന്നും ജയന്റെ അന്നത്തെ സ്റ്റാർഡം ശരിക്കും അറിയില്ല. അദ്ദേഹം അപകടത്തിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ മലയാള സിനിമയുടെ സ്റ്റാർ സ്ട്രക്ചർ തന്നെ ഇങ്ങനെ ആയിരിക്കില്ല. ബ്രൂസ് ലീയെ പോലെ തന്നെ ഒരു ലെജൻഡായാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ബ്രൂസ് ലീയെ പോലെ തന്നെ അദ്ദേഹവും വളരെ കുറച്ച് വർഷങ്ങളെ സിനിമയിൽ നിന്നിട്ടുള്ളൂ. 1974 അദ്ദേഹം സിനിമയിൽ വന്നെങ്കിലും 78 വരെ വളരെ ചെറിയ വേഷങ്ങളിലായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നത്. 79 ശരപഞ്ചരം ഇറങ്ങിയതോടെ അദ്ദേഹം സൂപ്പർ സ്റ്റാറായി. ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ശരപഞ്ചരം. പിന്നീട് അദ്ദേഹം മരിക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ പടങ്ങളായിരുന്നു ആ വർഷങ്ങളിലെ ഏറ്റവും വലിയ ഹിറ്റ്. 80 അങ്ങാടിയും 81 കോളിളക്കവും. ഒന്ന് ഓർത്തു നോക്കൂ, അദ്ദേഹം മരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്രയെത്ര ഹിറ്റ് സിനിമകളിലായിരിക്കും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടാവുക. എന്തിനേറെ പറയുന്നു, മമ്മൂക്കയുടെ കരിയറിലെ തുടക്കകാലത്ത് ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള പല കഥാപാത്രങ്ങളും ജയൻ സാർ ചെയ്യേണ്ടിയിരുന്നതായിരുന്നുവെന്ന് മമ്മൂക്ക തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്ഫോടനം എന്ന സിനിമയിൽ മമ്മൂക്ക സജിൻ എന്ന പേരിലാണ് അഭിനയിച്ചത്. ആ പേര് പോലും തിരഞ്ഞെടുത്തത് ജയൻ എന്ന പേരിനോട് സാമ്യമുള്ളതുകൊണ്ടാണെന്നും മമ്മൂക്ക പറഞ്ഞിരുന്നു. ജയൻ സാറിന്റെ ലെഗസി ലോകം മുഴുവൻ അറിയണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയധികം സംസാരിച്ചതെന്നും ഇനിയും അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെയേറെ കാര്യങ്ങളുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. ഉണ്ണി മുകുന്ദൻ ശ്രീ ജയനെ കുറിച്ച് പറഞ്ഞ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ജയൻ മരിച്ചില്ലായിരുന്നുവെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും സൂപ്പർ സ്റ്റാർ ആകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.